12,000 രൂപയാണ്. അപ്പൊ ഈ ഒരു ക്യാമറക്ക് റേറ്റ് തന്നെ കണ്ടില്ലേ 4,000. DSLR ക്യാമറകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം 10,000 രൂപ മുതലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ആണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഏകദേശം 12,000 രൂപ കൊടുക്കാൻ പറ്റും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറഞ്ഞ ബഡ്ജറ്റിൽ ക്യാമറകളൊക്കെ എടുക്കാൻ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ ക്യാമറകൾ ഒരുപാട് ഷോപ്പിൽ നിന്ന് പരിചയപ്പെടുത്തിയിട്ടാണ്. ഈ ഷോപ്പിലേക്ക് നമ്മൾ ഇതിനു മുന്നേ വന്നിട്ടുള്ള ഷോപ്പ് തന്നെയുണ്ട്. അപ്പോൾ കുറച്ചു കാലം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ പുതിയ കളക്ഷന് കാര്യങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുള്ളൂ. അതായത് കുറഞ്ഞ റേറ്റിൽ തന്നെ വളരെ കുറഞ്ഞ റേറ്റിലാണ് ക്യാമറകൾ നിങ്ങൾക്ക് എല്ലാം തന്നെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ അടുത്ത പ്രദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ റെന്റിന് എടുത്താണ്ട് കൊണ്ടുപോയാണ്ട് അങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താനും പറ്റും. അപ്പൊ ഒരുപാട് ക്യാമറകൾ വന്നിട്ടുണ്ട്, ഡ്രോണുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ്. മുക്കത്ത് രപ്ന കോംപ്ലക്സിന്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എന്നാണ് ഈ ഒരു ഷോപ്പ് വന്നിട്ടുള്ളത്. ഡി ക്യാം എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വന്നിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് നമ്മൾ എന്താ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതായിരിക്കാറതാ കേട്ടോ. നമുക്ക് ഷോപ്പിന്റെ അകത്തേക്ക് വരേണ്ട എല്ലാം തന്നെ വിശദമായിട്ട് പരിചയപ്പെടാം. അതുണ്ടോ ഷോപ്പിന്റെ ഓണറായിട്ടുള്ള അതുൽ ഇവിടെ ഉണ്ട്. അപ്പം അതുലിനോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഡി ക്യാമിന്റെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്നിട്ട് നമ്മൾ ഈ ഷോപ്പിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല, അതുലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അതുലിന്റെ അടുത്ത് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഡി ക്യാമിൽ ഇപ്പൊ പുതിയ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ടല്ലേ? പുതിയ സ്റ്റോക്കും പുതിയ ഓഫറുകളും ഉണ്ട്. അപ്പൊ ഇവിടെ താഴത്ത് കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റില്ലേ? ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്, 4 ബ്രാഞ്ച്, ടോട്ടല് 4 ഷോപ്പ് ഉണ്ട്. 4 ഷോപ്പ് ഉണ്ട് കേരളത്തിൽ. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂര്, കോഴിക്കോട്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് വന്നിട്ട് ഷോപ്പിൽ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല ഓൾ കേരള എവിടെയാണെങ്കിലും നമ്മള് സാധനം ഡെലിവറി ചെയ്ത് തരും. അപ്പൊ പുതിയ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, തന്നെ പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം നമുക്ക് വിസ്തരിച്ച് പരിചയപ്പെട്ടോ. കോൺടാക്റ്റുള്ള നമ്പർ കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നേക്കാരം. അപ്പൊ ആദ്യം നമ്മൾ ഏത് നോക്കാൻ പോകുന്നത്? നമുക്ക് ലോ ബഡ്ജറ്റ് ക്യാമറ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ള ക്യാമറ നോക്കാൻ പറ്റുന്നത്. ജസ്റ്റ് ഒരു ക്യാമറ യൂസ് ക്യാമറ എടുത്ത് പഠിക്കാൻ പറ്റുന്ന മോഡല്. എടുത്ത് പഠിക്കല്ല, ഒരു ജസ്റ്റ് ക്യാമറ എന്നുള്ള ഒരു നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുനടക്കുന്ന സൈബർ ഷോട്ടിന്റെ സോണീന്റെ 40 മെഗാ പിക്സൽ 14 മെഗാ പിക്സൽ വരുന്ന ക്യാമറയാണല്ലേ? ഇതിന് നമ്മൾ കൊടുക്കുന്നത് 1,500 രൂപയ്ക്ക്. 1,500 രൂപ. അതിപ്പം ഇതില് വീഡിയോ സപ്പോർട്ട് ചെയ്യും? ഇതില് വീഡിയോയും ഫോട്ടോയും രണ്ടും. വീഡിയോ സപ്പോർട്ട് ചെയ്യും, ഫോട്ടോയും സപ്പോർട്ട് ചെയ്യില്ലേ? 1,500 രൂപ. ഇതിന്റെ വേറൊരു മോഡലാണ് ഈ HP-ന്റെ ഒരു പഴയ മോഡൽ. HP-ന്റെ പഴയ മോഡല്. ഇത് നമുക്ക് വന്നിട്ട് 1,200 രൂപയാണ്. 1,200 രൂപ അല്ലേ? അതാണില്ല. ഇപ്പൊ ഇതിനാണെങ്കിൽ 1,200 രൂപ വരുന്നുള്ളൂ. നേരത്തെ തന്നെ ഇവിടെ 1,500 രൂപ. പിന്നെ നമ്മള് കുറച്ചുകൂടി കേറിയിട്ട് നമുക്കൊരു ബ്രിഡ്ജ് ക്യാമറ എന്നൊക്കെ പറയുന്ന സോണീന്റെ മോഡലാണ്. പവർ ഷോട്ട് ക്യാമറ അല്ലേ? അതായത് നമുക്ക് ബ്രിഡ്ജ് ക്യാമറ, അതെ, ലെൻസ് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്തത്, അടിപൊളി സൂമിങ് ഓപ്ഷൻ ഉള്ള ഒരു ക്യാമറയാണ്. ഇത് റേറ്റ് വരുന്നത് 12 രൂപയാണ്. 12,000 രൂപക്കാണ് അപ്പൊ ഈ ഒരു ക്യാമറ കിട്ടുന്നത്. ഇപ്പൊ ഇത് സോണിന്റെ ആണ് വന്നിട്ടുള്ളത്. അതെ, ഇതിനാണെങ്കിൽ HDMI ഔട്ട് വരെ ഉണ്ട്. ഇത് വന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നത്. വൈഫൈ ഉണ്ട്. ഫ്രീ വൈഫൈ അങ്ങനത്തെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റില്ലേ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഹാൻഡി ക്യാം ആണ് ഏറ്റവും കുറഞ്ഞതിൽ പറയാനുള്ള ഹാൻഡി ക്യാമറ. അത് പഴയ കാലത്തൊക്കെ നമ്മള് വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്ന ക്യാമറ. HFR 205 പറഞ്ഞ മോഡലാണ്. ഇതില് നോക്കുകയാണെങ്കിൽ അറിയാം, ഡബിൾ മെമ്മറി കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് ആണ്. സൂമിങ് വരുന്നുണ്ട്. അതായത് വൈഫൈ കാര്യങ്ങൾ ഇതില് വൈഫൈ അല്ല, ഇത് നമുക്ക് അല്ലാതെ വേണം. SD കാർഡ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. അതെ, ഇതിന് റേറ്റ് വരുന്നത് 4,000 രൂപയാണ്. അപ്പൊ ഈ ഒരു ക്യാമറക്ക് റേറ്റ് തന്നെ കണ്ടില്ലേ 4,000 രൂപ വന്നിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കണ്ടീഷൻ ആണല്ലേ? പിന്നെ ചെറിയ തോതിൽ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയല്ലേ? പിന്നെ നമുക്ക് 10,000 രൂപ മുതൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. DSLR ക്യാമറകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം 10,000 രൂപ മുതലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് പറഞ്ഞാല്. പിന്നെ നമ്മുടെ മിറർലെസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളാണ് സോണീന്റെ ആൽഫ 3500 പറഞ്ഞ. ഇത് വന്നിട്ട് നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡ് ഒക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മോഡലാണ്. ഇതില് ലെൻസ് അപ്പൊ നമുക്ക് പ്രൈം ലെൻസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലാരിറ്റി ആണ് കിട്ടും. ലെൻസ് വേണമെങ്കിൽ വേറെ വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാനും പറ്റും. ഇതിലാണെങ്കിൽ HDMI, പിന്നെ മൾട്ടി വരുന്നുണ്ട്, SD കാർഡ്,
കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റ് ക്യാമറയാണ്. വൈഫൈ വരുന്നുണ്ട്. അപ്പൊ ഇതില് വൈഫൈ വരുന്നുണ്ട്. വൈഫൈ വരുന്നുണ്ടല്ലേ? ഇത് റേറ്റ് വന്നിട്ട് 15,000 രൂപയാണ് വരുന്നത്. 17,000 15 ഇത് മിറർലെസ് വരുന്നത്. അതുപോലെ തന്നെ 20 മെഗാ പിക്സൽ സെൻസർ വരുന്നുണ്ട്. അപ്പോ വേണ്ടവര് ഇത് വേഗം വിളിച്ചു നോക്കിയത്. ഒരു പീസാണ് നമ്മളെ സ്റ്റോക്ക് ഉള്ളത്. നിക്കോണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഇതിൽ വെച്ച് നോക്കാം. 700 വരുന്നുണ്ട്. 700 ഒക്കെ നമുക്ക് ടച്ച് ഫ്ലിപ്പ് ഡിസ്പ്ലേ വീഡിയോ ഫ്രണ്ടിൽ വെച്ചാണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും. വൈഫൈ ഇല്ലാന്നുള്ളൂ, പക്ഷെ വെർത്ത് ആയിട്ടുള്ള ഒരു ക്യാമറ. പൈസ വൈഫൈ ഇതിൽ വരുന്നില്ല. നല്ല വീഡിയോ ക്വാളിറ്റി ആണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ്. ഇതിന്റെ കൂടെ വരുന്നത് പറഞ്ഞാൽ കിറ്റ് ലെൻസ് ആയിരിക്കും. 1855 കിറ്റ് ലെൻസ് ആയിരിക്കും. ബാറ്ററി ചാർജർ, ബാഗ് സ്ട്രാപ്പ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് 15,000. ക്യാമറ എടുക്കുന്ന സമയത്ത് ബാറ്ററി ചാർജർ, ഒരു ബാഗ്, എല്ലാ ആക്സസറീസും കിട്ടും. എല്ലാം കിട്ടും. മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആണ്. അല്ല, അപ്പൊ ഈ ക്യാമറ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വാറന്റി അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? 1 month ചെക്കിംഗ് വാറന്റി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു 1 year എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിലൊരു ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ 1 year എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. നമ്മളെ മോഡൽസ് എല്ലാം നമ്മള് ചെക്ക് ചെയ്ത് ഗ്യാരണ്ടി ആക്കി വെച്ചിട്ട് നമ്മള് കൊടുക്കുന്നുള്ളൂ. സർവീസ് കാര്യങ്ങളൊക്കെ, സർവീസും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. പിന്നെ EMI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? EMI നമുക്ക് ക്രെഡിറ്റ് കാർഡ് EMI ആണ് കൊടുക്കുന്നത്. ഇനി ബജാജ് നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ബജാജ് കാർഡ് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തു കൊടുക്കാൻ പറ്റൂലേ? അപ്പൊ അടുത്ത മോഡൽ നമുക്ക് 15,000 മുതൽ സ്റ്റാർട്ടിങ്. അടുത്ത് നിക്കോണിന്റെ 7100 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ ക്യാമറ, സെമി പ്രൊഫഷണൽ മോഡൽ. അതായത് നമുക്ക് വൈൽഡ് ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ക്യാമറയാണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടി ബെസ്റ്റ് ക്യാമറ. ഫോട്ടോഗ്രാഫി ലോ ലൈറ്റ് ഫീച്ചർ നല്ല അടിപൊളിയായിട്ട് വരുന്നത്. ഇത് റേറ്റ് വരുന്നുണ്ട് നമ്മൾ 21,000 കൊടുക്കാം. 21,000 സെയിൽ ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഇത് ഒരു എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ ഉണ്ടോ? ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റിയെടുക്കാനൊക്കെ, ആരുടെങ്കിലും കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും, അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മിറർലെസ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ എടുക്കാം പറ്റും. മിററിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ എടുക്കാൻ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും പെട്ടെന്ന് ക്യാഷിന് അർജന്റ് ആണ്, സ്കാം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം നല്ല റേറ്റിന്, അതായത് മാർക്കറ്റ് റേറ്റിന് എടുക്കും ചെയ്യൂലേ? അതെ. പിന്നെ ഈ അടുത്ത പ്രദേശമുള്ളവർക്ക് റെന്റിലാണ് ക്യാമറ, അത് ഈ അടുത്തുള്ളവർക്ക് റെന്റ് സെക്ഷൻ നമ്മളെ തന്നെ വേറെ ഷോപ്പുണ്ട് റെന്റിന് വേണ്ടി മാത്രം, അതും ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചെയ്ത മോഡൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോ 7-1 കണ്ട് അതിന്റെ അടുത്തൊരു മോഡലാണ് 7-2 എന്ന് പറഞ്ഞ മോഡൽ. ഇതിപ്പോ ബോഡി മാത്രമല്ല വന്നിട്ടുള്ളത്, അല്ല നമ്മൾ കിറ്റ് ലെൻസ് അടക്കാണ് ഒരു 36 റേറ്റില് കൊടുക്കാൻ പറ്റും. 36 പുതിയ ക്യാമറ എങ്ങനെയാണോ അതേ കണ്ടീഷൻ, സെയിം കണ്ടീഷൻ. 36 ഇപ്പൊ റേറ്റ് ഏകദേശം വരുന്നത്. 36,000 രൂപയ്ക്ക് കൊടുക്കാം. പുതിയ ക്യാമറ എങ്ങനെയാണോ അതേ കണ്ടീഷൻ. ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത മോഡലാണല്ലേ? അത്രയും നീറ്റ്. ഏകദേശം ഷട്ടർ എത്ര പോയിട്ടുണ്ടോ? ഇതൊരു 2,000-3,000 മാക്സിമം ഷട്ടർ. 2,000-3,000 മാക്സിമം ഷട്ടർ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത മോഡലാണ് 7500 എന്ന് പറഞ്ഞിട്ട്. 7500 അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ട നിക്കോണിന്റെ മോഡൽസ് മൊത്തം നമുക്ക് ഇതില് ഇപ്പൊ ഇൻഡോർ, അതായത് ഇൻഡോർ ഫോട്ടോഗ്രാഫിക്ക് സ്റ്റുഡിയോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ല റിസൾട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ കളർ ടോൺ ആണ് ഏറ്റവും. ഇതിപ്പോ ആ സീരീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 7500 പറഞ്ഞ മോഡലാ. വെറും 6,000 ഷട്ടർ അടിച്ച മോഡൽ. 6,000 ഷട്ടർ അടിച്ച മോഡൽ. ബേർഡ് ഫോട്ടോഗ്രാഫി ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സാധനം. കാടിനുള്ളിലേക്കൊക്കെ വേണ്ടി ഫോട്ടോ എടുത്തതൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരപ്പെട്ട വൈഫൈ കാര്യം, ബ്ലൂടൂത്ത്, NFC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ടച്ച് ആണ് വരുന്നത്. ടച്ച് ആണ് വരുന്നത്. ഫ്ലിപ്പാണ്. പിന്നെ ഇതിന്റെ കിറ്റ് ലെൻസ് അടക്കം 18-105 കിറ്റ് ലെൻസ് അടക്കം ഈ പീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 51,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഒരു കിറ്റ് ലെൻസ് അടക്കം ഏകദേശം 51,000 കൊടുക്കാൻ പറ്റൂട്ടോ. കേട്ടോ, അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ ആണ് കേട്ടോ. അവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ക്യാമറകളെല്ലാം തന്നെ ഇപ്പൊ നീറ്റ് കണ്ടീഷനിലുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. എ ഗ്രേഡ് കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. പിന്നെ ബിയും സിയും വരുമ്പോഴത്തേക്ക് നമ്മൾ റേറ്റ് കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നിക്കോണിന്റെ 3500 എന്ന് പറയും. 3500 24 മെഗാ പിക്സൽ സെൻസർ വരുന്നുണ്ട്, വൈഫൈ വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ. അത്യാവശ്യം ചെറിയൊരു ക്യാമറ, മിറർലെസിന്റെ ഒരു ഫീച്ചർ വരുന്നത്. അതായത് അത്രയും ലൈറ്റ് ആണല്ലേ? നമുക്ക് ഇതിന്റെ കൂടെ 18-55 കിറ്റ് ലെൻസ്,
പിന്നെ ബാറ്ററി, ബാഗ്, ചാർജർ എല്ലാം വരും. അതായത് നമ്മളൊരു പുതിയ ക്യാമറ എങ്ങനെ വാങ്ങുന്നോ അതേ കണ്ടീഷനിലാണ്, സെയിം കണ്ടീഷൻ. ഒരു 2000 ഫോട്ടോസ് ഒക്കെ മാക്സിമം എടുത്താലേ ഉള്ളൂ ഇതിൽ. ഇത് റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് 21,000 രൂപയ്ക്ക്. 21,000 രൂപ. അതായത് 30 സംതിങ് രൂപ ഫ്രഷ് റേറ്റ് ഉണ്ട്. അതേ സാധനം സെയിം കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത് 21,000 രൂപ. പിന്നെ നോക്കുകയാണെങ്കിൽ ലോ ബഡ്ജറ്റിൽ നിക്കോൺ വരാണ് 3.5 ഉണ്ട്. 3.5 നമുക്കൊരു 16,000 രൂപയ്ക്ക് കൊടുക്കാം. 24 ആണ്. 16,000 രൂപക്ക്. ഇതില് ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 24 വീഡിയോ എടുക്കുന്നവർക്ക്. പിന്നെ പറഞ്ഞാല് മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ HDMI ഔട്ട് ഉണ്ട്. ലൈവും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന വീഡിയോ. ഇതിന്റെ കൂടെ കിറ്റ് ലെൻസ് ഉണ്ടാവും. കിറ്റ് ലെൻസ് അടക്കം നമ്മള് കൊടുക്കുന്ന റേറ്റ് പിന്നെ 16,000 രൂപ. വൈഫൈ സപ്പോർട്ടോട് കൂടിയ ക്യാമറ. വൈഫൈ സപ്പോർട്ടോടുള്ള ക്യാമറ 16,000 രൂപക്കാണല്ലേ കൊടുക്കുന്നത്. കിറ്റ് ലെൻസ് അടക്കമാണ്. അതെ, കിറ്റ് ലെൻസ് അടക്കം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡലാണ് D90 എന്ന് പറഞ്ഞ മോഡൽ. D90ക്ക് എല്ലാവർക്കും അറിയാം. എല്ലാരും ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം. ഇത് പക്ക ഫ്രഷ് കണ്ടീഷൻ. ഈ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഈ ഒരു മോഡൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ്. ഇതിപ്പോ ഫോട്ടോഗ്രാഫിക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന. അതെ. ഇത് നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു 18,000 രൂപയ്ക്ക് കിറ്റ് ലെൻസ് അടക്കം കൊടുക്കാം. കിറ്റ് ലെൻസ് അടക്കം 18,000 രൂപ ആയിട്ട് ഇതിന് വരുന്നുള്ളൂ. കണ്ടോ, കാനോണിന്റെ ബേസ് മോഡലാണ്. കാനോണിന്റെ ബേസ് മോഡൽ ക്യാമറ. അതായത് തുടക്കക്കാർക്കൊക്കെ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള, തുടക്കക്കാർക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്ന കാനോണിന്റെ മോഡലാണ് 4000D. 4000D. ഇത് പിന്നെ ദുബായ് പീസ് ആണ്, ഇവിടെ വരുന്നില്ല. പക്ക പുതിയ ക്യാമറ എങ്ങനെയാണോ അതേ കണ്ടീഷൻ, നീറ്റ് കണ്ടീഷൻ ആണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുന്നത് 15 മുതൽ കൊടുക്കാൻ പറ്റും. 15 വൈഫൈയോട് കൂടിയ ക്യാമറ. വൈഫൈ കിറ്റ് ലെൻസ് അടക്കമാണ്. കണ്ടീഷൻ അനുസരിച്ചാണ്. സെൻസർ വരുന്നത് 18 മെഗാ പിക്സൽ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 750D ടച്ച് ഉണ്ട്. ഫ്ലിപ്പ് ഡിസ്പ്ലേ ഉണ്ട്. വീഡിയോ ഫീച്ചർ കൊടുക്കുന്നുണ്ട്. വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി. വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? വൈഫൈ വരുന്ന ഒരു മൈക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ മൈക്ക് സപ്പോർട്ട് ഉണ്ട്. ഇത് റേറ്റ് വരുന്നത് മൈക്ക് ഉണ്ട്, റിമോട്ട് സപ്പോർട്ട്, HDMI ഔട്ട്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ഒരു 20,000 മുതൽ കൊടുക്കാം. 20,000 മുതൽ അല്ലേ? 20 മുതൽ കൊടുക്കാൻ പറ്റുന്ന മോഡലാട്ടോ. പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട്. അതെ, ഇനി കാനോണിന്റെ തന്നെ മോഡലാണ്. കാനോണിന്റെ വീഡിയോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അടിപൊളി ഇതായിരിക്കും. അതായത് മിറർലെസിന്റെ സെയിം ഫീച്ചർ നമ്മളെ M50 ആ ഒരു റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ. ടച്ച് ആണ്, ഫ്ലിപ്പ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ അടിപൊളി കളർ ഗ്രേഡിംഗ് ആണ്. പോരാത്തതിന് മൈക്ക് ഇൻപുട്ട് വരുന്ന ഒരു ക്യാമറ. വൈഫൈ ഉണ്ട്. എല്ലാം അതുണ്ട്. കുഞ്ഞൻ ക്യാമറ, അടിപൊളി റിസൾട്ടും തരും. റേറ്റ് വന്നിട്ട് നമുക്കൊരു 30,000 ആ റേഞ്ചിൽ കൊടുക്കാം. 30,000 പുതിയ സാധനം എന്താണോ അത് തന്നെ ആ റേറ്റിൽ കൊടുക്കാൻ പറ്റും. കിറ്റ് ലെൻസ് അടക്കമാണ് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ 700 കണ്ട പോലെ തന്നെ ഫ്ലിപ്പ് ഡിസ്പ്ലേയിലുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് 600D. ഇത് ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, വീഡിയോ ഓപ്ഷൻ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. ഇത് നമുക്കൊരു 10,000 രൂപ മുതൽ കൊടുക്കാം. 10,000 രൂപ മുതൽ, വെറും 10,000 രൂപ മുതലാട്ടോ ഈ ഒരു ക്യാമറ കിട്ടാൻ പോകുന്നുണ്ടോ. പിന്നെ 700Dന്റെ വേറൊരു മോഡലാണ്. നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് 15,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 15,000 രൂപ. 600 കാനോന്റെ ഒരുപാട് മോഡൽസ് കാര്യങ്ങൾ. മാർക്ക് 2 എന്ന് പറഞ്ഞാൽ നമ്മള് നേരത്തെ 200 കണ്ടില്ലേ, അതിന്റെ മാർക്ക് 2 ഇത് നമുക്കൊരു 25,000 മുതൽ കൊടുക്കാം. 25,000 രൂപ. കണ്ടീഷൻ അനുസരിച്ചാണ് റേറ്റ്. 25,000 മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റൂലേ. പിന്നെ 2000D ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. വൈഫൈ വരുന്നുണ്ട്. 24 മെഗാ പിക്സൽ ആണ് ഇതിന്റെ സെൻസർ വരുന്നത്. നമ്മളത് ദുബായ് റിലീസ് ആണ്. ഇന്ത്യൻ റിലീസ് വരുന്ന ഇതിന്റെ മോഡലാണ് 1500. ഇത് വൈഫൈ സപ്പോർട്ടോട് കൂടി വരുന്ന ഒരു ക്യാമറ ആണ്. കിറ്റ് ലെൻസ്, ബാറ്ററി, ചാർജർ എല്ലാം കൂടി അടക്കം നമുക്ക് 20,000 രൂപയ്ക്ക് കൊടുക്കും. 20,000 രൂപയ്ക്ക്. ഇത് ഫ്രഷ് റേറ്റ് വരുന്നത് ഇന്ത്യയിൽ ഇറങ്ങുന്നത് ഏകദേശം 30 സംതിങ് റേറ്റ് വരുന്നുണ്ട്. സെയിം സാധനം സെയിം കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക്. 20,000 രൂപയ്ക്ക്. പിന്നെ നമ്മളവിടെ 650D, നേരത്തെ 750D കണ്ടതിന്റെ സെയിം ക്യാമറ തന്നെയാണ്. അതിന്റെ തൊട്ട മുന്നത്തെ മോഡല്. ടച്ച്, ഫ്ലിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വൈഫൈ സപ്പോർട്ടഡ് അല്ല. വൈഫൈ ഇല്ലാത്ത മോഡലാണ്. റേറ്റ് നമുക്കൊരു 16 മുതൽ സ്റ്റാർട്ടിങ്. 16 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡല്. പിന്നെ ഇത് നമുക്കൊരു മിറർലെസ് ക്യാമറ ആയിട്ട് കൊടുക്കാം. M50 Mark II വ്ളോഗേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്.
ഭയങ്കര ഹാൻഡി ആണ്, അടിപൊളി ഡിസൈൻ ആണ്. മൈക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? ഇതിന് മൈക്ക് സപ്പോർട്ട് ഉണ്ട്, മൈക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, HDMI ഔട്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വൈഫൈ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ലെൻസ് വരുന്നത് 15-45 15-45 ലെൻസ് വരുന്നുണ്ടോ? 4K വീഡിയോ റെക്കോർഡിംഗും വരുന്നുണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇത് നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ 38,000 രൂപയ്ക്ക് കൊടുക്കും. ഡിസ്പ്ലേ തിരിക്കാൻ പറ്റുന്ന മോഡൽ? അതാ ഫ്ലിപ്പ് ഡിസ്പ്ലേ ആണ്, 360 ഡിസ്പ്ലേ ആണ്. നമുക്ക് വ്ളോഗ് എടുക്കുന്ന സമയത്തും പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടെടുക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. കൊണ്ടെടുക്കാനൊക്കെ എളുപ്പമാണല്ലേ? ചെറിയ ക്യാമറയാണ്. ഇതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മോഡൽസും, അതായത് കനോൺ ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും എല്ലാ മോഡൽസും നമ്മളതിലുണ്ട്. എല്ലാ മോഡൽസും ഉണ്ട്. ഇത് നമുക്ക് ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇപ്പൊ സ്റ്റോക്ക് ഇല്ലെങ്കിലും നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് എത്തിച്ചു കൊടുക്കാനും പറ്റൂല. അതെ. ഇനി നിങ്ങളെ കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു ഓഫർ ആയിട്ട് ഈ ടെലി ലെൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നിക്കോൺ മൗണ്ട് ആണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്ന ആൾക്കാർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ നല്ല അടിപൊളി മോഡലാണ്. 150-600 സൂം ആണ്. അതായത് ഈ 150-600 സൂം പറയുമ്പോൾ നമ്മൾ ക്രോപ്പിലേക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര മീറ്റർ കിട്ടും? ഏകദേശം മീറ്ററിന്റെ അല്ല, നമുക്ക് ഫോക്കൽ ലെങ്ത് ആണ് പറയുന്നത്. 1.6 മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ക്രോപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളേന്നൊരു 15,000 ബോഡിയും ഇതും എടുത്താൽ അത്യാവശ്യം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. ഇത് റേറ്റ് നമ്മൾ കൊടുക്കുന്നത് വെറും 26,000 രൂപയ്ക്ക് കൊടുക്കാൻ പോകും. ഈ ഒരു ലെൻസിന് റേറ്റ് 26,000 രൂപ. അപ്പൊ ഏകദേശം ഒരു 40-41 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നല്ല അടിപൊളി പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സാധാരണ ഗതിയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അതിന്റെ അടുത്ത് വരുന്ന ഫോട്ടോസ് നമുക്ക് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും. അതെ. പിന്നെ വേറെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ലെൻസ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ലെൻസ് നമുക്ക് 7200 ആണ് വരുന്നത്. F4 ഓപ്പണിങ്. ഇത് നമുക്കൊരു 12,000 രൂപയ്ക്ക് കൊടുക്കാം. 12,000 രൂപയ്ക്ക്. അതെ. ഇത് അത് കനോൺ മൗണ്ട് ആണ്. കനോൺ മൗണ്ടിന് തന്നെ IS വരുന്ന മോഡൽ ഉണ്ട്, 7200 വൈറ്റ് ലെൻസ്. ഇത് നമുക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ. ഇത് ഫ്രഷ് ഏകദേശം 80,000 രൂപ റേറ്റ് ഉള്ള സാധനം നമ്മൾ ഏകദേശം 30,000 രൂപയ്ക്ക് കൊടുക്കാൻ പോകും. ഫ്രഷ് 80,000 വരുന്നുണ്ട്. ഇതിവിടെ യൂസർ ആയതുകൊണ്ട് നമുക്ക് ഒരു 30,000 രൂപ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇതിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, കണ്ടീഷനിലാണ്. പിന്നെ അടുത്ത മോഡൽ പിന്നെ വരുന്നത് നിക്കോന്റെ ED ലെൻസ് ആണ്. 80-400. നമുക്ക് 80-400 വൈഡും കിട്ടും, സൂമും അത്യാവശ്യം 400 വരെ കിട്ടും ഇതില്. ഇത് റേറ്റ് വരുന്നത്, ഇത് ഫ്രഷ് വരുന്ന ഏകദേശം 1,00,000 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും 25,000 രൂപയ്ക്കാണ്. ഫ്രഷ് ഇപ്പൊ ഏകദേശം 1,00,000 രൂപ വില ഉണ്ട്. നമ്മൾ 25,000 രൂപയ്ക്ക് 25,000 രൂപ. പിന്നെ കനോണിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെൻസ് ആണ് 150-600 സിഗ്മേന്റെ ലെൻസ്. ഇത് നമ്മൾ ഏകദേശം കൊടുക്കാൻ പോകുന്നത് 40,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 40,000 രൂപ ഈ ഒരു ലെൻസ് കൊടുക്കും. ഈ വൈൽഡ് ലൈഫിക്ക് 600 എന്ന് പറഞ്ഞ ലെൻസാ. വൈൽഡ് ലൈഫിക്ക് വൈൽഡ് ലൈഫിലേക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ആണ്. പിന്നെ അടുത്ത ടെലി ഓഫർ എന്ന് പറഞ്ഞാല് നിക്കോൺ മൗണ്ട് തന്നെയാണ്. നമ്മളെ സിഗ്മേന്റെ 50-150 2.8 അപ്രൈസർ വരുന്ന ലെൻസ്. HSM ആണ്. നമുക്ക് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. നിക്കോൺ മൗണ്ട് നമ്മൾ കൊടുക്കാൻ പോണത് വെറും 20,000 രൂപയ്ക്കാണ്. വെറും 20,000 രൂപക്കാണ്. ഏകദേശം 80,000 രൂപ റേറ്റ് ഉണ്ട്. നമ്മൾ 20,000 രൂപയ്ക്കാണ്. OSR ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. സെക്കൻഡ് വെർഷൻ ആണ് ഇത്. സെക്കൻഡ് വെർഷൻ ആണ് വരുന്നത്. അപ്പൊ 20,000 രൂപ കണ്ടത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ആക്സസറീസ്, ക്ലീനിങ് കിറ്റ് ആണെങ്കിലും മെമ്മറി കാർഡ്സ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. ഇത് നമുക്ക് അതുപോലെ എടുത്തു പറയാനുള്ളത് അതായത് സ്മൂത്ത് എക്സ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. സ്മൂത്ത് എക്സ് ഏകദേശം ഓൺലൈൻ നോക്കുകയാണെങ്കിൽ 8,000 രൂപയോളം വില വരുന്നുണ്ട്. നമ്മൾ സീൽഡ് ബോക്സസ് കൊടുക്കുന്നത് ഏകദേശം 4,000 രൂപയ്ക്കാണ്. 4,000 രൂപ. ജസ്റ്റ് ഓപ്പൺഡ് ബട്ട് അൺയൂസ്ഡ് ആയിരിക്കും. ജസ്റ്റ് ഓപ്പൺ ആയിരിക്കും. അങ്ങനത്തെ നമ്മൾ കൊടുക്കുന്നത് 3,000 രൂപയ്ക്കും കൊടുക്കാം. 3,000 രൂപക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ജിമ്പല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിൽ പറയുകയാണെങ്കിൽ അമേച്ചറിൽ മിറർലെസ്, സോണിന്റെ എല്ലാ മിറർലെസ് മോഡൽസും നമ്മളിൽ അവൈലബിൾ ഉണ്ട്. പിന്നെ ഒരുപാട് ലെൻസുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൂം ലെൻസ് ആണെങ്കിലും കിറ്റ് ലെൻസ് ആണെങ്കിലും പ്രൈം ലെൻസ് ആണെങ്കിലും കനോൺ ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും നമ്മളെ സ്റ്റോക്ക് ഉണ്ട്. അല്ലേ?
നമ്മൾ പ്രൊഫഷണൽ ക്യാമറയിൽ തന്നെ ലോ റേറ്റിൽ തുടങ്ങുന്നത് പറഞ്ഞാൽ 60 ആണ്. 60 ആണല്ലേ? അതായത് വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 12,000 രൂപയ്ക്ക് 60. പ്രൊഫഷണൽ ക്യാമറ ഏകദേശം 12,000 രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അടുത്ത വെർഷനാണ് 5D Mark III എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട്. ഇതിന്റെ പിക്ചർ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം. ഇത് 5D നമുക്ക് കൊടുക്കാം 18,000 രൂപ മുതൽ. ബോഡി മാത്രമാണ് ബോഡി മാത്രമാണ് 18,000. ലെൻസ് നമുക്ക് സ്റ്റാർട്ടിങ് ഏകദേശം 3,000 രൂപ മുതൽ പ്രൊഫഷണൽ ബോഡിന്റെ ലെൻസും ഉണ്ട്. അതായത് ഏകദേശം 21,000 രൂപ മുതൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ബോഡി വിത്ത് ലെൻസ് കൂടി ചെയ്യാൻ പറ്റും. ഇതിന്റെ നമുക്ക് ഇഷ്ടം പോലെ പീസസ് അവൈലബിൾ ഉണ്ട്. അതിന്റെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഇതിന് പറഞ്ഞാല് നമുക്ക് ടച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ ഫീച്ചർ ചെയ്യുന്നത്. വീഡിയോഗ്രാഫി അതിൽ സപ്പോർട്ടഡ് ആണ്, അല്ലാന്നല്ല. ഫീച്ചർ ചെയ്യുന്നത് കൂടുതലും ഇതാണ്. ഇന്നത്തെ 5D Mark IV ആണ്. വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ടച്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം പുതിയ ഇറങ്ങിയ സമയത്ത് ഏകദേശം 1,90,000 റേറ്റ് വരുന്ന ക്യാമറയാണ്. നമ്മൾ കൊടുക്കാൻ പോണ വെറും 40,000 രൂപ മുതൽ. 40,000 വെഡിങ്ങിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. വെഡിങ്, നമ്മളെ ബർത്ത്ഡേ ഫംഗ്ഷൻ, എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫോട്ടോഗ്രാഫി എൻട്രി ചെയ്ത് ഒന്ന് പഠിച്ച് അത്യാവശ്യം വർക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ മതി നമുക്ക് എടുത്ത് തുടങ്ങാൻ വേണ്ടിട്ട്. പത്രത്തിലുള്ള ചെറിയ ഒരുപാട് ക്യാമറകൾ 5D കാര്യങ്ങള്, പിന്നെ നമ്മളെ യോസാറിന്റെ അഡാപ്റ്റർ, എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇതിന്റെ വേറൊരു മോഡലാണ് 60 Mark എന്ന് പറഞ്ഞൊരു മോഡലൊക്കെ വരുന്നുണ്ട്. 60 Mark ഇത് ഫ്ലിപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നതാണ്. ഫ്ലിപ്പ് ഡിസ്പ്ലേ പ്രൊഫഷണൽ ക്യാമറ. ഇത് ഏകദേശം നമുക്കൊരു 33,000 രൂപ മുതൽ ഇതൊക്കെ കണ്ട ഫ്രഷ് കണ്ടീഷനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മിറർലെസ്സിൽ സോണീന്റെ ഒരുപാട് മോഡൽസ് നമ്മളുണ്ട്. എല്ലാവർക്കും വേണ്ട ഒരു മോഡലാണ് A7 M3 എന്ന് പറയുന്നത്. A7 M3 നമ്മളെ സ്റ്റാർട്ടിങ് വരുന്നത് 48,000 രൂപയ്ക്കാണ്. 48,000 രൂപയ്ക്ക് നമുക്ക് സോണിയുടെ A7 M3 കൊടുക്കാണ്ട്. അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് റേറ്റ് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു ഇത് പറഞ്ഞാൽ സോണിന്റെ A7 R2 എന്ന് പറഞ്ഞ മോഡൽ. ഇത് ഏകദേശം പിന്നെ ഫോട്ടോഗ്രാഫി മാത്രം ഫീച്ചർ ചെയ്യണ സെൻസർ സൈസ് അത്രയും ബിഗ് സൈസ് ആണ് വരുന്നത്. അപ്പൊ ഇത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അൾട്രാ നീറ്റ് കണ്ടീഷൻ, നല്ല മിറർലെസ് ക്യാമറ. സോണിന്റെ മിറർലെസ്. വൈഫൈ ഒക്കെ വരും. ഇതിൽ വൈഫൈ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് 42,000 രൂപയ്ക്ക് കൊടുക്കാം. NFC ആണ് ഇതിൽ വരുന്നത്. NFC 4K വീഡിയോ റെക്കോർഡിംഗ്, 4K വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണല്ലോ. അപ്പൊ അതെ. അപ്പോ അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. കൂടാതെ ഡ്രോൺ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഡ്രോൺ വരുന്നുണ്ട്, നിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ DJIന്റെ Mini 3 Pro സ്റ്റാർട്ട് ചെയ്യുന്നപ്പോ DJIന്റെ നിയോ എന്ന് പറഞ്ഞാല് ഫ്ലൈറ്റ് ഓൺലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25,000 27,000 മുതൽ ഫീൽഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ 27,000 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കോംബോ വരികയാണെങ്കിൽ 38 3 ബാറ്ററി, ചാർജർ, ചാർജിങ് ഹബ്ബ്, അതിന്റെ റിമോട്ട് എല്ലാം കൂടിയിട്ട് അങ്ങനെയാണ്. ഇനിയിപ്പോ അതിന്റെ ആക്സസറീസ് ആണെന്നുണ്ടെങ്കിലും ബാറ്ററി ആണെങ്കിലും സെപ്പറേറ്റ് റിമോട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മളതിൽ അവൈലബിൾ ഏത് സാധനം, അതായത് ക്യാമറ റിലേറ്റഡ് ആയിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനമാണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തു. സ്റ്റിക്കറുകൾ കണ്ടു, അതും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് സ്റ്റിക്കർ ഇപ്പൊ ട്രെൻഡിങ് ആണ്. നമുക്ക് വേറെ സൈറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് ചെയ്യുന്ന നമ്മൾ തന്നെ ഇതിവിടെ കട്ട് ചെയ്തിട്ട് ലോ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കർ സെലക്ട് ചെയ്യുക, സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ റേറ്റിൽ അതിന്റെ മോഡല് കട്ട് ചെയ്ത് അതിന്റെ മെഷീനാണ് ലോ റേറ്റിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും. ഇനിയിപ്പോ അവര് തന്നെ ഒട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവര് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഈ സ്റ്റിക്കർ അയച്ചു കൊടുക്കാൻ പറ്റും. അതായത് മോഡൽസ് അയച്ചു കൊടുക്കാം. അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന മോഡൽ നമുക്ക് മൊബൈൽ ഫോണിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും ഏത് ആക്സസറി, മൊബൈൽ ഫോൺ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഈ ബട്ടൺ മൈക്കിൽ വരെ ചെയ്യാൻ പറ്റില്ല. അതെ, ബട്ടൺ മൈക്ക് ആണെങ്കിലും ലാപ്ടോപ്പ്, നമ്മളെ കീലൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇയർബഡ്സ്, എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലാണല്ലേ. അത്തരത്തിൽ ഒരുപാട് ഡിസൈൻ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനിയിപ്പോ അടുത്ത സ്റ്റോക്ക് ഡിസൈനിന്റെ സ്റ്റോക്ക് ഇനി വരാനുണ്ടല്ലേ. ഇനി അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞാല് ഈ ലൈറ്റ് സ്റ്റാൻഡ്സ് വരുന്നു. ലൈറ്റിന്റെ സ്റ്റാൻഡുകൾ, ഈ ഹെവി സ്റ്റാൻഡുകൾ, നമുക്ക് ലൈറ്റ് ക്യാമറകളൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഫ്രഷ് വിത്ത് ബോക്സ്, 2 സ്റ്റാൻഡ്, ഹെവി സ്റ്റാൻഡ് വിത്ത് പിന്നെ ബാഗ് അടക്കം നമ്മൾ കൊടുക്കുന്നത്
വെറും 2600 രൂപ. 2600 രൂപക്കാണ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 3000 സംതിങ് റേറ്റ് വരുന്ന സാധനമാണ്. അപ്പൊ ഇതൊരു സ്റ്റുഡിയോ ഒക്കെ നടത്തുന്നവർക്കാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. ആ വെഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും സ്റ്റുഡിയോ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഓഫേഴ്സ് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ? എല്ലാ ലൈറ്റ്, അതായത് ഞാൻ പറഞ്ഞല്ലേ നമ്മള് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് എന്തും കൊടുക്കാം. എല്ലാ സാധനങ്ങളും നമ്മൾ അറിയാം. പിന്നെ ഓഫേഴ്സ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇടല്. അതെ, ഓഫേഴ്സ് അതായത് സ്പെഷ്യൽ ഓഫേഴ്സ് വരുമ്പോൾ നമ്മൾ പറഞ്ഞാലും സ്പെഷ്യൽ ആയിട്ട് ഓഫേഴ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് DCAM എന്നാണ്. അത് കോഴിക്കോടിന്റെ മെയിൻ ഷോപ്പിന്റെ അക്കൗണ്ട് ആണ്. അത് നമുക്ക് കൊല്ലത്ത് DCAM കൊല്ലം, DCAM TVM, DCAM കണ്ണൂർ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ സെപ്പറേറ്റ് ഓഫർ വേറെയും വരും. അവിടുത്തെ ഓഫറൊക്കെ ജസ്റ്റ് അതെല്ലാം നോക്കിയാലും മതിയല്ലേ. കൂടാതെ ഇവരെ ഈ ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ കൃത്യമായിട്ട് ഞാൻ താഴെ കൊടുത്തത്, ഇതിലേക്ക് വിളിച്ചാൽ മാത്രം മതിട്ടോ. അല്ലെ വാട്സപ്പില് മെസ്സേജ് കിട്ടില്ലേ? ഇനിയിപ്പോ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഏത് എടുക്കാവുന്ന ഒരു ഐഡിയ ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിന് സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു കിടിലൻ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.